80കളിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടു ഗായ്സ്. 80കളിൽ പെമ്പിള്ളേരെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എറിഞ്ഞോണ്ടിരുന്ന ആൾക്കാരാ. ഇപ്പം മാങ്ങയെ പോയിട്ട് മാങ്ങാണ്ടിയെ പോലും കൊള്ളുന്നില്ല ഗായ്സ്. ഗായ്സ് ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല ഗായ്സ്, പറയാൻ പറ്റത്തില്ല ഗായ്സ്. ഇവർ പാവങ്ങളാണ് ഗായ്സ്. ഇത്രയും മെറ്റിലും ഇത്രയും മണ്ണും താഴെ നിന്ന് ചുമ്മിക്കൊണ്ട് വന്നില്ല ഗായ്സ്. അതുകൊണ്ടായിരിക്കും ഗായ്സ്. ഗായ്സ് ഇവരെ എറിഞ്ഞിടാൻ പോകുന്നു ഗായ്സ്. ഇതാ ദേ പോകുന്നു ഗായ്സ്, ദേ പോകുന്നു ഗായ്സ്. അനൂപേട്ടൻ്റെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 83-ൽ 10ാം ക്ലാസ് പാസ്സായ തമ്പി അണ്ണൻ. എന്താ അത്? ഇങ്ങനായിരുന്നു 80കളിൽ മാങ്ങ എറിഞ്ഞോണ്ടിരുന്നത്. ഓ എന്താ അത്? കല്ല് കൊള്ളുന്നുണ്ടോ? പക്ഷെ കല്ല് ചെറിയ കല്ലായതുകൊണ്ടേ. ഗൈസ് ഇനി ഞാൻ അറിയാൻ പോണ ഗൈസ് 2K കിഡ്. ഇത് 2K കിഡിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടുള്ളത്. 2K കിഡിന് വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ്. ചെറിയൊരു കല്ല് വെച്ച് ഞാൻ മാങ്ങ എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ് മാങ്ങ വീണത്? എന്തോ അത് ഉന്നം. ഓ പറങ്ങാങ്ങ. അപ്പൊ പറങ്കാവെ ഉന്നം വെക്കുക, അപ്പൊ മാങ്ങ വീഴും. അതെ ഗൈസ് അനുപേട്ടൻ കാട്ടിൽ നിന്ന് സിമ്പിൾ ആയിട്ട് മാങ്ങ എറിഞ്ഞിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇവിടെ നോക്കി നിൽക്കുക, വീഡിയോക്കകത്തുണ്ട്. കല്ലുവാണെങ്കിൽ അനുപേട്ടന്റെ വക അതിസാഹസികമായി കമ്പിന്റെ കൂടെ പോരുത് ഗായ്സ്. അനുപേട്ടൻ എറിഞ്ഞിട്ട് ഗായ്സ്, അനുപേട്ടൻ എറിഞ്ഞിട്ട് 83-ലെ അതാ കറക്റ്റ് ഒരെണ്ണത്തി അനുപേട്ടൻ ഗായ്സ്. ഞാൻ എറിഞ്ഞത് ആ മാങ്ങ കിടന്ന് ആടുന്നു ഗായ്സ്. മാങ്ങ കിടന്ന് ഇന്റതും കുറെ കിടന്ന് ആടി, പക്ഷെ വീണില്ല. അതിനുള്ള ഗായ്സ് ഇനി നമ്മൾ തന്ത്രപരമായി അനുപേട്ടന്റെ പാത നമ്മൾ പിന്തുടരാൻ പോവാണ് ഗായ്സ്. കല്ലിന് കഴിച്ചില്ല. ഞാൻ പോയിട്ട് പല കെട്ടിട്ടെ. നല്ല താമസമുണ്ട്. മാങ്ങ എറിഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയൂ മാങ്ങ എറിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പഴയ സ്കൂൾ കാലത്തിലേക്ക് പോയോ? നമുക്ക് പ്രത്യേകം പഴയ സ്കൂൾ കാലങ്ങളിലേക്ക് പോവുകയാണ് ഗായ്സ്.